ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെയാണ് ഇത് ഗ്രാമർ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വാക്കാണ് ആരും ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ലോക്കപ്പ് കാണുകയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റാം, എന്തൊക്കെ ഗ്രാമർ യൂസ് ചെയ്യാം ഇത് പാസ്റ്റ് ടെൻസ് ആണോ, പ്രസൻറ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എല്ലാം നോക്കി അതെങ്ങനെ കറക്റ്റ് വേർഡ്സ് നമുക്ക് ഇത് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എഴുതാം എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആരും ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ലോക്കപ്പ് കാണുകയാണ്. അതെങ്ങനെയാണ് പറയേണ്ടത് ഇംഗ്ലീഷിലോട്ട്? അപ്പോൾ ആരും ജോലി ചെയ്യുന്നില്ല എന്ന വാക്കാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അതിൽ നോ വൺ. അപ്പോൾ ആദ്യം തന്നെ നോ വൺ, ആരും ജോലി ചെയ്യുന്ന നോ വൺ. പിന്നെ എന്താ പറയേണ്ടത്? നോ വൺ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നോ വൺ ഈസ് വർക്കിംഗ്. നോ വൺ ഈസ് വർക്കിംഗ് ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം കൊണ്ട് പ്രസൻറ്റ് ആയതുകൊണ്ട് നോ വൺ ഈസ് വർക്കിംഗ്. ആരും ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് നോ വൺ ഈസ് വർക്കിംഗ്. പിന്നെ അടുത്ത സെൻറ്റൻസ് എന്തുവാ? നോ വൺ ഈസ് വർക്കിംഗ്, എല്ലാവരും ലോക്കപ്പ് കാണുകയാണ്. അതെങ്ങനെ പറയുക? എല്ലാവരും ലോക്കപ്പ് കാണുന്നത് എങ്ങനെ പറയുക? അപ്പോൾ നമ്മളത് പറയേണ്ടത് എങ്ങനെയാണ്? എവരി വൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. എവരി വൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. Everyone's watching the World Cup. No one is working. Everyone's watching the World Cup. ഇങ്ങനെയാണ് പറയേണ്ടത്. എവരിവൺസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. എവരിവൺസ്, എല്ലാവരും എന്നത് എവരിവൺസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോസ്ട്രോഫി എസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എവരിവൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. എവരിവൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. എവരിവൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. Watching the World Cup. അപ്പോൾ ആരും ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ലോക്കപ്പ് കാണുകയാണ്. ഇത് പറയേണ്ടത് നോ വൺ ഈസ് വർക്കിംഗ്, എവരി വൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. നോ വൺ ഈസ് വർക്കിംഗ്, എവരി വൺസ് വാച്ചിങ് ദ വേൾഡ് കപ്പ്. അപ്പോൾ നമുക്കിനി അടുത്ത വാക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത് നോക്കാം. ഇതിൽ ഈ സെൻറ്റൻസിൽ നമുക്ക് എന്താ പറയേണ്ടത്? ഞങ്ങളുടെ കൂടെ വരൂ എന്ന് നമ്മൾ ഒരാൾ പറയുമ്പോൾ, കുറച്ച് പേര് പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ വരൂ എന്നെങ്ങനെ ഇംഗ്ലീഷിലായിട്ടും പറയാം? ഒരാൾ ഇംഗ്ലീഷ് പറയുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ, അത് നമുക്കെങ്ങനെ പറയാം? അപ്പോൾ ഇവിടെ കം എലോൺ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരും എന്താ പറയുന്നത്? കം എലോങ് വിത്ത് എസ്. കം പിന്നെന്താണ്ട് ഞങ്ങളുടെ കൂടെ വരൂ. അപ്പോൾ എലോങ്, കൂടെ എന്ന് വെച്ചാൽ എലോൺ, ALONG. കം എലോങ് വിത്ത് അസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേര് പറയുകയാണ് ഞങ്ങളുടെ കൂടെ വരൂ, നമുക്ക് സിനിമ കാണാൻ പോകാം, ഞങ്ങളുടെ കൂടെ വരൂ. അപ്പോൾ കം എലോങ് വിത്ത് അസ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. കം എലോങ് വിത്ത് അസ്, അതാണ് യൂസ് ചെയ്യേണ്ടത് വാക്ക്. ഞങ്ങളുടെ കൂടെ വരൂ, കം എലോങ് വിത്ത് അസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം കേട്ടോ. ഇതിൽ നോക്കാം. ഇത് അത് തീരെ മോശമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അത് തീരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാറില്ലേ? അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ബാഡ്. എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് തീരെ മോശമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ബാഡ്. എനിക്ക് തോന്നുന്നില്ല എന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ബാഡ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ബാഡ്. അപ്പോൾ എനിക്ക് തീരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ബാഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. ഇതിൽ എനിക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുക? എനിക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം പറയേണ്ടത് നമുക്ക് ഐ വിൽ ഡു എനിത്തിങ് ബട്ട് ദിസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഐ വിൽ ഡു എനിത്തിങ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതൊഴിച്ച് എന്നത് ബട്ട് ദിസ്. ഐ വിൽ ഡു എനിത്തിങ് ബട്ട് ദിസ് എന്നൊരു വാക്ക് പറയുമ്പോൾ എനിക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന വാക്കിന് ഇംഗ്ലീഷായി. അപ്പോൾ ഐ വിൽ ഡു എനിത്തിങ്
but this. ബട്ട് ദിസ് ഐ കാൺ ഡു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ വിൽ ഡു എനിത്തിങ് ബട്ട് ദിസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നത് അതിന് ഇംഗ്ലീഷ് ആയി കഴിഞ്ഞു. നമ്മൾ ലോങ്ങായി യൂസ് ചെയ്യുന്നത് ഐ വിൽ ഡു എനിത്തിങ് ബട്ട് ദിസ് ഐ കാൺ ഡു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ വിൽ ഡു എനിത്തിങ് ബട്ട് ദിസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇതിൽ അതിന് പല കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ചില നമ്മൾ പറയാറുണ്ടല്ലോ, അതിന് പല കാരണങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാം? അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? there are several reasons. there are several reasons എന്നാണ് ഇത് പറയുക. അതിന് പല കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് there are several reasons. there are several reasons എന്ന് പറയും. several reasons. ഓക്കെ, there are several reasons. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ there are several reasons. അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പല കാരണങ്ങളുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. there are several reasons to that I cannot do that. so there are several reasons എന്ന് പറയാം. അപ്പോൾ അതിന് പല കാരണങ്ങളെന്ന് പറയുന്നത് there are several reasons. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ നിൻ്റെ കാര്യമല്ല പറഞ്ഞത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഞാൻ നിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ മാറ്റുന്നത് I wasn't talking about you. I wasn't talking about you. I was not എന്നതിന് പറയുന്ന വാക്ക് തന്നെയാണ് I wasn't. I was not എന്നത് ഷോർട്ട് ഫോമാണ്. I was not talking about you എന്ന് പറയുന്ന പോലെ അതിന് ഷോർട്ടായി പറയുന്നത് I wasn't talking about you. I wasn't talking about you. അപ്പോൾ ഞാൻ നിൻ്റെ കാര്യമല്ല പറഞ്ഞത്. I wasn't talking about you. I was not talking about you. I was not talking about you. ഞാൻ നിൻ്റെ കാര്യമല്ല പറഞ്ഞത്. I wasn't talking about you. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഞാൻ ഇവിടെ മാസത്തിൽ ഒരിക്കൽ വരും. എന്ന് നമ്മൾ പറയാറില്ലേ? അതെങ്ങനെ നമുക്ക് പറയാം? ഞാനിവിടെ മാസത്തിൽ ഒരിക്കൽ വരും. I comes here. അപ്പോൾ നമ്മളിവിടെ പറയേണ്ടത് I will come here once a month. അപ്പോൾ ഞാനിവിടെ മാസത്തിൽ ഒരിക്കൽ വരും എന്നത് I will come here once a month. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. നീ ഇന്നലെ വൈകുന്നേരം എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷിലോട്ട്. നീ ഇന്നലെ വൈകുന്നേരം എന്താണ് ചെയ്തത് എന്ന് എങ്ങനെ ചോദിക്കാം നമ്മൾക്ക്? അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിലൊക്കെ മാറ്റുമ്പോൾ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ ഈവനിങ്? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ ഈവനിങ്? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ ഈവനിങ്? വാട്ട് ഡിഡ് യു ഡു yesterday evening? What did you do yesterday evening? അപ്പോൾ നീ ഇന്നലെ വൈകുന്നേരം എന്താണ് ചെയ്തത്? What did you do yesterday evening? അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാക്ക് നോക്കാം. എനിക്ക് ഈ സമയം ശരിയല്ലെന്ന് തോന്നി. അതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം? എനിക്ക് ഈ സമയം ശരിയല്ല എന്ന് തോന്നി. അതെങ്ങനെ പറയാം? എനിക്ക് ഈ സമയം എന്നുള്ളത് I felt that എനിക്ക് തോന്നി. I felt that the timing was not right. The timing was not right. അല്ലെങ്കിൽ wasn't right.
വാസ് ഇൻ റൈറ്റ്. അപ്പോൾ എനിക്ക് ഈ സമയം ശരിയല്ലെന്ന് തോന്നി. അപ്പോൾ എങ്ങനെ പറയാം? I felt that the timing was in right. I felt that the timing was in right. എനിക്ക് ഈ സമയം ശരിയല്ലെന്ന് തോന്നി. I felt that the timing was not right. I felt that the timing was not right. I felt that the timing was not right. ഈ സമയം ശരിയല്ലെന്ന് തോന്നി. ഈ കാര്യം ചെയ്യാൻ എനിക്ക് ഈ സമയം ശരിയല്ലെന്ന് തോന്നി. I felt that the timing was not right. അപ്പോൾ നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാക്ക് നോക്കാം. ഇവിടെ ശ്യാം ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയാറില്ലേ? ശ്യാം ഇതുവരെ അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രകാശ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഓഫീസിൽ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ശ്യാം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ഇംഗ്ലീഷിലോട്ട് മാറ്റേണ്ടത്? അപ്പോൾ ശ്യാം, ആദ്യം തന്നെ ശ്യാം പിന്നെന്താ പറയേണ്ടത്? ശ്യാം ഇതുവരെ ചെയ്തിട്ടില്ല. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പാരൻ്റ്ലി, APPARENTLY, അപ്പാരൻ്റ്ലി. പിന്നെന്താ പറയേണ്ടത്? നോട്ട് യെറ്റ് ഡൺ ദാറ്റ്. അപ്പോൾ ശ്യാം ഇതുവരെ അത് ചെയ്തിട്ടില്ല. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നോട്ട് യെറ്റ് ഡൺ ദാറ്റ്. ശ്യാം ഇതുവരെ ചെയ്തിട്ടില്ല. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നോട്ട് യെറ്റ് ഡൺ ദാറ്റ് എന്നാണ് ഓഫീസിലെല്ലാം നമ്മൾ മാനേജേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇത്. അവർ സബോർഡിനേറ്റ്സ്, അവരുടെ താഴേക്ക് വർക്ക് ചെയ്യുന്നവർ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്യാം ഇതുവരെ ചെയ്തിട്ടില്ല. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നോട്ട് യെറ്റ് ഡൺ ദാറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നോട്ട് യെറ്റ് ഡൺ ദാറ്റ്. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നമ്മൾ ഇത് വാക്ക് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ അപ്പാരൻ്റ്ലി എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സെൻറ്റൻസിനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈ അപ്പാരൻ്റ്ലി എന്ന വാക്ക് പ്രത്യേകമായി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്യാം ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ശ്യാം ഹാസ് അപ്പാരൻ്റ്ലി നോട്ട് യെറ്റ് ഡൺ ദാറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടത് രാമിന് അത് ചെയ്യാൻ മടിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാമിന് അത് ചെയ്യാൻ മടിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാം? രാമിന് അത് ചെയ്യാൻ മടിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ ഐ ഹോപ്പ് രാം എന്ന വാക്ക് എന്നാണ് ഇവിടെ പേര്. അപ്പോൾ രാമിന് അത് ചെയ്യാൻ മടിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ രാമിന് അത് ചെയ്യാൻ മടിയില്ല. അപ്പോൾ രാമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പേര് അല്ല അത് യൂസ് ചെയ്യേണ്ടത്, മറ്റേതിലാണ് അത് പേര് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ രാം എന്ന വാക്ക്, രാമിന് മുമ്പ് ഐ ഹോപ്പ് രാം എന്ന ഞാൻ എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഐ ഹോപ്പ് രാം. പിന്നെന്താ പറയണ്ടേ? ഐ ഹോപ്പ് രാം. പിന്നെന്താ പറയണ്ടേ? പറയൂ. രാമിന് അത് ചെയ്യാൻ മടിയില്ല എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഐ ഹോപ്പ് രാം ഈസ് ഇൻ എന്ന് പറയാം, രാം ഈസ് നോട്ട് എന്ന് പറയാം, രാം ഈസ് ഇൻ. ഇതിൽ പ്രതീക്ഷ എന്നൊക്കെ വാക്ക് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്, റിലക്റ്റൻറ്റ് റിലക്റ്റൻറ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. പ്രതീക്ഷ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് റിലക്റ്റൻറ്റ്. അപ്പോൾ ഐ ഹോപ്പ് രാം ഈസ് നോട്ട് പ്രതീക്ഷ റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. അപ്പോൾ മടിയില്ല എൻ്റെ അതൊക്കെ പറയുന്നത് മടിയില്ല, റിലക്റ്റൻറ്റ്. ഐ ഹോപ്പ് രാം ഈസ് നോട്ട് റിലക്റ്റൻറ്റ്. മടിയില്ല എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. മടിയില്ല എന്ന വാക്കിനാണ് റിലക്റ്റൻറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് രാം ഈസ് നോട്ട് റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. അതിൽ തന്നെ എന്ന് വരും, രാമിനത് ചെയ്യാൻ മടിയില്ല എന്നത് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് രാം ഈസ് നോട്ട് റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. അപ്പോൾ നമുക്ക് ഈ വാക്ക് എങ്ങനെ പറയാം? രാമിന് അത് ചെയ്യാൻ മടിയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐ ഹോപ്പ് രാം ഈസ് നോട്ട് റിലക്റ്റൻറ്റ് ടു ഡു ദാറ്റ്. അപ്പോൾ ഇനി അടുത്ത വാക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. ഞാൻ ഇതുവരെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടില്ല. എന്നെങ്ങനെ പറയാം? അപ്പോൾ ഐ ഹാവ് നെവർ ബീൻ to my uncle's home. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്നത് ഐ ഹാവ് നെവർ ബീൻ ടു മൈ അങ്കിൾസ് ഹോം. അപ്പോൾ ഈ വാക്കാണ് ഈ 5-6 സെൻറ്റൻസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നല്ല പുതിയ സെൻറ്റൻസുമായി വരാം. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിന് കൂടുതൽ വീഡിയോ കിട്ടും. നിങ്ങൾക്ക് ഇത് പഠിക്കുവാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിനുശേഷം നമുക്കിത് ടോക്കിങ്ങിലോട്ട് മാറാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് പഠിച്ച് ശേഷം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്കത് സെൻറ്റൻസ് വാക്ക് സംസാരിക്കുന്ന രീതിയിലോട്ട് മാറി നമുക്ക് വീഡിയോ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ അത് പഠിച്ച് ഓരോ ക്ലാസ്സും അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും.